ഹായ്, എൻ്റെ പേര് നബാഷേഖ് റിസ്വാൻ. ഫോർട്ട് കൊച്ചിയിലാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ കസിൻ അവളെ റീറിപ്പീറ്റ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഞാൻ റീറിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സെൻ്ററാണ്, നല്ല റിവ്യൂ ആണ്, കെട്ടിയേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറഞ്ഞു. കുറേ വഞ്ചികളിൽ കാലിട്ട് കിടക്കണ ഒരു സ്വഭാവം എനിക്ക്. അതായത് എഞ്ചിനീയറിംഗ് വേണം, MBBS എടുക്കണം, അല്ലെങ്കിൽ ടീച്ചിങ്ങിന് പോകണം, അങ്ങനെ പല പല ഇതിന്. അതിനുശേഷം നമ്മുടെ ട്യൂഷൻ സെൻ്ററിൽ ഒരു ഓറിയൻറ്റേഷൻ വന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആഷിഖ് സാറിനെ കണ്ടത്. അപ്പോഴാണ് അങ്ങോട്ട് ഈ മെഡിസിൻ ഫീൽഡിൻ്റെയും ഇതിൻ്റെ തന്നെ പല ആസ്പെക്ട്സ് ഉണ്ടെന്നും അങ്ങനെയുള്ള കാര്യവും പിന്നെ പലതും അവിടെ ആ ഒരു ഓറിയൻറ്റേഷനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് തീരുമാനിച്ചത് എന്തായാലും ഇവരുടെ സെൻ്റർ ആണല്ലോ ഈ എൻ്റെ കസിൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ തീരുമാനമെടുത്തതാണ് ടോക്കിയിലേക്ക് വരാൻ വേണ്ടി. പക്ഷേ ഇവിടെ വന്ന് സാറിൻ്റെ കുറേ മോർണിംഗ് മീറ്റിംഗ്സ്, ആഷിഖ് സാറിൻ്റെ മോർണിംഗ് മീറ്റിംഗ്സ്, പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഫാക്കൽറ്റീസ് വന്നിട്ടുണ്ടെങ്കിലും അവർ മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇത്രയും സ്ട്രെസ് ഉണ്ടാകും, ഈ ലെവലിൽ ഇത്രയും, അതിന് ഏറ്റവും വലിയ പങ്ക് ആഷിഖ് സാറിൻ്റെതായിരുന്നു. അങ്ങോട്ടാണ് പറയുന്നത് ഈ ഫേസിൽ ഇങ്ങനെ പോകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോകണം, അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്ട്രെസ് വരും, അപ്പോൾ നിങ്ങൾ അതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായത് ഇവർ വന്നതിന് ശേഷം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ്. ഇൻ ദ സെൻസ് 6:30 നമ്മുടെ സ്റ്റഡി അവർ പ്രോപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് 6:30 മുന്നേ എന്തായാലും ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഒരു 5 മണിക്ക് ഞാൻ എണീറ്റ് എൻ്റെ നിസ്കാരം എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5:30 ആകുമ്പോഴത്തേക്കും ക്ലാസ്സിൽ കയറി. ഇൻ ദ സെൻസ് 6:30-8 മണി വരെ ബ്രേക്ക് വരെ എൻ്റെ സമയമാണ്. അതെനിക്ക് പെൻഡിങ് ഉള്ളത് തീർക്കാനാണെങ്കിലും എനിക്കിനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലും അത് 8 മണി മുതൽ 9 മണി വരെ ബ്രേക്കാണ്. കുളിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക് മോർണിംഗ്. അത് കഴിഞ്ഞിട്ട് കൃത്യം 9 മണിക്കുള്ള അവസാനിക്കുന്ന ബ്രേക്കിന് നമ്മളെല്ലാവരും നേരത്തെ കയറും. കാരണം 8:45 ആഷിഖ് സാറിൻ്റെ മീറ്റിംഗ് ഉണ്ട്. നോബഡി മിസ്സസ് ദാറ്റ്. എല്ലാവരും എൻ്റെ ക്ലാസ് ഫുൾ എല്ലാവരും ഉണ്ടാവും. നൈറ്റ് ബാച്ചുകാരും മോർണിംഗ് ബാച്ചുകാരും ഒന്നിച്ച് 8:45 ക്ലാസ്സിൽ കയറി മോർണിംഗ് മീറ്റിംഗ് കഴിഞ്ഞാൽ 9 to പിന്നെ നമുക്ക് 5:30 വരെ പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടാവും. 5:30 വരെ, അത് കഴിഞ്ഞിട്ട് 5:30 ഒരു ലോങ് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറിൻ്റെ പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ട്. അതായത് 7 വരെയാണ്. ആ 7 കഴിഞ്ഞിട്ട് പിന്നെ 10:30 വരെയാണ് ഇവിടുത്തെ ഷെഡ്യൂൾ ഉള്ളത്. അതായത് 9 to 10:30 വി ആർ പാക്ഡ്. എന്തൊക്കെ ചെയ്യണം, വീഡിയോ ക്ലാസ്സസ് 6 hours, മാക്സിമം 6.5 വീഡിയോ ക്ലാസ് കാണാനുള്ള സമയത്ത് നമുക്ക് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. ചിലപ്പോൾ ലൈവ് ക്ലാസ്സുകളുണ്ടാവും. എന്തായാലും വീക്ക്ലി ട്വൈസ് എക്സാം ഉണ്ടാവും. റിവിഷന് മുന്നേ 10:30 ശേഷം നൈറ്റ് ബാച്ചിൽ ഇരിക്കുന്ന പിള്ളേർക്ക് 1 മണി വരെ ഇരിക്കണം. അത് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ മോർണിംഗ് ബാച്ചിലെ കുട്ടികൾക്ക് 6:30 മുതൽ, അതേപോലെ ഇവർക്ക് 10:30 ശേഷം 1 o'clock വരെ മാൻഡേറ്ററി. ഇതിൽ ഞാനൊരു മോർണിംഗ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. എണീക്കുക, പിന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 8 മണി വരെ ക്ലാസ്സിൽ എനിക്ക് പഠിക്കാനുള്ളതൊക്കെ നോക്കിയിട്ട് പിന്നെ സ്റ്റഡി ആസ് 10:30 വരെ. റിവിഷൻ സ്റ്റാർട്ട് ആയപ്പോൾ പിന്നെ എന്താണ്, എല്ലാ ദിവസവും എക്സാംസിൻ്റെ റിസൾട്ട് നോക്കണതിന് മുന്നേ അടുത്ത എക്സാം, അങ്ങനെ എക്സാം എഴുതാം. ഈ എക്സാംസ് കൊണ്ടിട്ട് തന്നെ കോൺഫിഡൻസിൽ വന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിച്ചു. പോസിറ്റിവിറ്റി, കോൺഫിഡൻസ് കൈവിട്ടാൽ കിട്ടൂല. കാരണം എന്നെ കൊണ്ട് പറ്റും, ഇതിനേക്കാൾ എന്നെ കൊണ്ട് പറ്റും. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വാക്കുകൾക്ക് വളരെയധികം നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ എന്നോട് പറയാം ഞാൻ അടിപൊളിയാണ്, ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് കിട്ടും. ഇത് മറ്റൊരാൾ കേൾക്കത്തക്ക വണ്ണമല്ല, ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് പറ്റും, ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ്, എനിക്കിപ്പോൾ വന്നേക്കണ ഹെൽത്ത് ഇഷ്യൂസ്, ഓക്കെ ഫൈൻ, അതിപ്പോൾ മാറിക്കോളും, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഓക്കെ ഇത് റെഡിയാണ്. എൻ്റെ പേരൻസ് എന്നെ സപ്പോർട്ടുണ്ട്, എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞാൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ മൈൻഡ് ആക്കുന്നില്ല, എൻ്റെ വായിൽ നെഗറ്റീവ് വരുന്നില്ലല്ലോ. അങ്ങനെ സ്വന്തത്തിനോട് തന്നെ മാക്സിമം പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കാം. സ്വന്തത്തിന് തന്നെ ഇഷ്ടപ്പെടാൻ നോക്കാം. ഞാൻ ചെയ്യുന്ന വർക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു എൻവയൺമെൻറ്റിൽ നമ്മുടെ വൈബിനെ തന്നെ ബൂസ്റ്റ് ചെയ്യും. പിന്നെ അതിലൂടെ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്കോർ നോക്കുമ്പോഴല്ല കേട്ടോ മോട്ടിവേഷൻ. എക്സാം എഴുതുന്ന സമയത്ത് എക്സാം എഴുതി കുറച്ചങ്ങോട്ട് ആയി കഴിയുമ്പോൾ ഓക്കെ ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ഇത് ആലോചിക്കുന്ന ഒരു സമാധാനം, ഒരു കോൺഫിഡൻസും ഒരു മോട്ടിവേഷനും വരാനുള്ളത്. ഇങ്ങനെ പഠിച്ചാൽ നീറ്റ് കിട്ടും, ഇങ്ങനെ പഠിച്ചാൽ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വരുന്നത് അങ്ങനെ. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വർഷം ഫുള്ള് പ്രിപ്പയർ ചെയ്യാത്തൊരു കുട്ടി ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഡിസിപ്ലിനിലാണ്. ആ ഒരു പോയിന്റ് എനിക്ക് എംഫസൈസ് ചെയ്ത് പറയാനുള്ളത്. കാരണം എത്ര ഡിപ്പാണെങ്കിലും എത്ര ലോ, നമ്മൾ എപ്പോഴും ഹൈ പെർഫോമൻസ് കൊടുക്കാൻ ഞങ്ങളെല്ലാം മനുഷ്യന്മാരാണ്, മെഷീൻസ് അല്ലല്ലോ. ഹൈ പീക്ക് പെർഫോമൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവസാനത്തിലേക്കേ പറ്റുള്ളൂ. കാരണം അത്രയും പ്രിപ്പയർ ചെയ്ത് പക്ഷെ അതിന് മുന്നേ നമ്മുടെ പെർഫോമൻസുകൾ എത്ര ഡിപ്പ് വന്നാലും അത് എത്ര കുറച്ച് കയറിയാലും സങ്കടവും വരും, ചിലപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് നല്ല സന്തോഷവും വരും. ഇതൊക്കെ വെറും ടെമ്പററി മാത്രമാണെന്ന് മനസ്സിലാക്കാം. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ എണീക്കുന്ന സമയം, കിടക്കുന്ന സമയം, നിങ്ങൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുക, ഒരു ദിവസം എന്തോരം ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉള്ളതിനൊരു പ്രോപ്പറായിട്ടുള്ള റൂട്ടീനും ഒരു ചിട്ടയും വേണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു വർഷം ഫുള്ള് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം
കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് മുന്നിൽ ചെയ്യാനായിട്ട് വർക്ക് ഉണ്ട്, എല്ലാം കൂടി ഉള്ള ഈ ഒരു ഇതിൽ ഞങ്ങളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ മുന്നിൽ വെട്ടിച്ച് കയറിപ്പോവാൻ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാൾ കാലിബർ കുറഞ്ഞ കുട്ടികൾ അവരുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രം കയറിപ്പോകാം. ഞാൻ എൻ്റെ ഒരു ചെറിയ വീഴ്ച കൊണ്ടിട്ട് ഞാൻ പിന്നിലായി പോകരുത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം.